ഹായ് ഗായ്സ്, ഞാനിത് നേരത്തെ എണീറ്റത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ ഇങ്ങോട്ടോ പോകാനാണെന്ന്. അതെ ഗായ്സ്, നമ്മളിന്ന് പോകുന്നത് കേച്ചേരിക്ക് അടുത്തുള്ള പെരുവന്മല ശിവക്ഷേത്രത്തിലേക്കാണ്. കാലത്ത് എണീറ്റപ്പോൾ തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു പുറത്ത്. എന്നാലും നമ്മളിന്ന് പോകണമെന്ന് തീരുമാനിച്ചുകൊണ്ട് നമ്മൾ പോവുകയാണ്. ഞാൻ മാത്രമല്ല, ഇന്നെൻ്റെ ഒപ്പം എൻ്റെ അനിയനും കൂടി ഉണ്ട് ഈ ട്രിപ്പിന് എൻ്റെ കൂടെ. നമ്മൾ രാവിലെ 5:30 തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. സൺറൈസ് കാണാനാണ് നമ്മൾ മെയിനായിട്ട് ഈ 5:30 ഇറങ്ങിയത്. പക്ഷേ ഈ മഴ കാരണം നമ്മൾ സൂര്യൻ ചതിക്കുകയോ എന്ന് നല്ല സംശയമുണ്ട്. ഈ പെരുവന്മല എന്ന് പറയുന്ന ശിവ ടെമ്പിൾ കറക്റ്റ് ഗൂഗിൾ മാപ്പിൽ അടിച്ചു കൊടുത്താൽ കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ വരെ എത്തിക്കും. അതടിച്ചു വിട്ടാണ് ഞാനും പോയത്. എൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ വരാൻ ആഗ്രഹമുള്ളൊരു കറക്റ്റായിട്ട് ലൊക്കേഷൻ നോക്കിയിട്ട് അവിടെ എത്തുക. അങ്ങനെ നമ്മൾ അവസാനം പെരുവന്മല ക്ഷേത്രത്തിൻ്റെ ഗേറ്റിന് മുന്നിലെത്തി. ഒരു 3/4 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക്. അപ്പോൾ നമ്മൾ ഈ ഗേറ്റിനുള്ളിലത്തെ ചെറിയ കവാടത്തിലൂടെ അമ്പലത്തിന് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സന്ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ 6:30 മുതൽ 9 മണി വരെയും 5:30 മുതൽ 6:30 വരെയാണ് വൈകിട്ടുള്ളത്തെ സന്ദർശന സമയം. ഈ ക്ഷേത്രം എന്നത് ഒരു കുത്തനെയുള്ള മലയുടെ മുകളിലാണ് സ്ഥിതി ചെയ്യണത്. ചുവന്ന മണ്ണ് പോലത്തെ നല്ല ശില്പാവ ചാൻസുള്ള മണ്ണാണ്. ഒപ്പം ഇവിടെ നല്ല മഴയും ഉണ്ടായിരുന്നു ഞങ്ങൾ കയറിയപ്പോൾ. ഒരു 5 നിമിഷം ഓഫ് റോഡ് ട്രക്കിന് ശേഷം നമ്മളിതാ മുകളിലേക്ക് എത്താണ്. ഈ കാണുന്ന ക്ഷേത്രത്തിൻ്റെ മുൻവശം. ഈ വീട് കാണുന്നത് നല്ല ഭംഗിയുള്ള ഒരു നല്ല ക്ഷേത്രം തന്നെയാണ് ഇത്. നമ്മൾ ഈ കുത്തനെയുള്ള കയറ്റം കയറി വരുമ്പോൾ ഈ അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ നല്ലൊരു ഫീലാണ് നമ്മുടെ മനസ്സിനും ഒക്കെ കിട്ടുന്നത്. മുകളിലേക്ക് എത്തിയിട്ട് നമ്മൾ താഴത്തേക്ക് ഒരു വ്യൂ ഉണ്ടായിരുന്നു. ദൈവമേ, പറഞ്ഞിരിക്കാൻ പറ്റാത്തൊരു നല്ലൊരു വ്യൂ ആയിരുന്നു. അത്ര നല്ല എയിമായിരുന്നു ഇവിടെ നിന്ന് കാണാനായിട്ട്. കോടയും മഞ്ഞും ചെറിയ ചെറിയ പ്രകാശത്തിൻ്റെ ഒരു വെളിച്ചും അത് കൂടെയുള്ള ഒരു നല്ലൊരു വ്യൂ ആയിരുന്നു ക്ഷേത്രത്തിന് മുകളിലെത്തിയപ്പോൾ. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിൻ്റെ എവിടെ ക്യാമറ വെച്ചാലും നല്ല പച്ചപ്പും ഭംഗിയും കോടിയും ഒക്കെ നിന്നിട്ടുള്ള നല്ലൊരു വ്യൂ ആണ് നമുക്ക് ഇവിടെ ക്യാമറ വെച്ചാൽ എവിടെ വേണമെങ്കിൽ കിട്ടുന്നത്. നമ്മൾ കയറുന്നപ്പോൾ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവില്ല. ഈ അറ്റ്മോസ്ഫിയർ കോട പിടിച്ചിട്ട് മൊത്തം കയറി നിൽക്കുന്ന ഒരു ഭാഗമായിരുന്നു. അപ്പോൾ ആ കയറുമ്പോൾ ഈ അറ്റ്മോസ്ഫിയർ കിട്ടുന്നത് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇവിടുത്തെ സംഭവം കാണാനായിട്ട്. ഈ ക്ഷേത്രം ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലാണുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് തൃശ്ശൂർ, കുന്നംകുളം, ഗുരുവായൂർ, വടക്കഞ്ചേരി ഭാഗങ്ങൾ കാണാൻ പറ്റും. ഇതൊക്കെയുണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ. നിമിഷം നേരം കൊണ്ടാണ് ഇവിടെ മഴ കൊണ്ട് ഫുള്ള് നിറഞ്ഞു കിടക്കണേ. ഞങ്ങൾ ഈ മഴത്തു കാറ്റ് നന്നായിട്ട് നനയുകയും ചെയ്തു. അതിനുശേഷം പെട്ടെന്ന് അങ്ങോട്ട് മഴ നിന്നു. പിന്നെ കോട വന്ന് വീണ്ടും നിറയുകയും ചെയ്തു. ആ ചുറ്റുഭാഗവും ക്ഷേത്രത്തിന് ചുറ്റും മൊത്തം കോട നിറഞ്ഞിരിക്കുന്നു. അത് കാണാൻ പ്രത്യേക ഒരു ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വന്നിട്ട് എത്ര ഫോട്ടോസ് എടുത്താലും വീഡിയോസ് എടുത്താലും റീൽസ് എടുത്താലും മതിയാവില്ല. അത്രയ്ക്കുണ്ട് ഇവിടുത്തെ ഭംഗി. പക്ഷെ അതിനുള്ളിലൊരു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ റീൽസ് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ കൗണ്ടറിൽ പോയിട്ട് 750 രൂപ അടയ്ക്കണം. ഇപ്പോഴും ഈ ഒരു അമ്പലവും ഈ പരിസരവും ആദ്യം ആൾക്കാർ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഞങ്ങൾ ഇവിടുന്ന് ക്ഷേത്രത്തിൽ ഇറങ്ങുമ്പോഴും 10-12 പേര് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അധികം പേരൊന്നും കണ്ടിട്ടില്ല ഇവിടെ. അപ്പം ഞങ്ങൾ അത്യാവശ്യം ഫോട്ടോസ് വീഡിയോസ് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ വരിക, ഇവിടുത്തെ കാഴ്ചകൾ കാണുക, സന്തോഷമായിരിക്കുക, തിരിച്ചു പോവുക. അതോടെ വേസ്റ്റുകളൊന്നും ഇടാതെ തന്നെ തിരിച്ചു പോവുക. അത് സൂക്ഷിച്ചോളൂ കേട്ടോ.